ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനും ദേവസ്വം ബോർഡുമില്ലേ? പിണറായി വിജയനും വി.എൻ. വാസവനും മാത്രം മതിയോ? ശബരിമലയിൽ ഒരിക്കൽ കൈപൊള്ള ഇടത് സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭക്തരുടെ വോട്ട് കിട്ടാൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കം മാത്രമായി ചുരുങ്ങുകയാണോ അയ്യപ്പ സംഗമം? നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരായ കേസുകൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ പിൻവലിക്കുമോ? സുപ്രീം കോടതിയിൽ UDF സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തി ഇടത് സർക്കാർ ആ സത്യവാങ്മൂലം പിൻവലിക്കുമോ? കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം, BJPയും ഹൈന്ദവ സംഘടനകളും. അങ്ങനെ ഈ ചോദ്യങ്ങൾ ഉയരുന്നത് അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം തൊട്ട് സംഗമത്തിന്റെ പോസ്റ്റർ വരെയാണ്. ശബരിമല വീണ്ടും ചർച്ചയാകുന്നത് യുവതീ പ്രവേശനത്തിലെ സർക്കാർ സത്യവാങ്മൂലം തൊട്ട് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണ പാളി വരെയാണ്. ശബരിമല വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഇടതിനും വലതിനും BJPക്കും നിർണായകമാകുന്നു. 25 രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള 3500 പ്രതിനിധികൾ, 355 കോടിയുടെ 4 പദ്ധതികൾ. പമ്പാ തീരത്ത് സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ വിശ്വാസികൾ ആ തീരത്ത് ഒപ്പമുണ്ടോ? വികസനം ചർച്ച ചെയ്യുമ്പോൾ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് പ്രതിഷേധിക്കുന്നവരെ രാഷ്ട്രീയമായി തള്ളിപ്പറയണമെന്ന ഇടത് നിലപാട് അംഗീകരിക്കണം. പ്രൈം ഡിബേറ്റ് പരിശോധിക്കും. സ്വാഗതം. CPM നേതാവ് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, BJP നേതാവ് TS ഉല്ലാസ് ബാബു, ഒപ്പം ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം CPM നേതാവ് ഡോക്ടർ PK ഗോപൻ, ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള ഒരു തീരുമാനം അത് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നു, അത് സർക്കാരല്ല സംഘടിപ്പിക്കുന്നത്, സർക്കാർ അതിന് ചുക്കാൻ പിടിക്കുന്നു. തൊട്ട് സംഗമത്തിന്റെ പോസ്റ്റർ വരെ വിവാദങ്ങൾ നൊഴിഞ്ഞു നിന്നിട്ടില്ല. ഇത് വിശ്വാസികളെ ഒരുമിച്ചു ചേർത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് ശബരിമലയുടെ വികസനമാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങളും ഇടതു നേതാക്കളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് അയ്യപ്പ സംഗമം തുടങ്ങാനുള്ളത്. അപ്പോഴും പ്രതിപക്ഷം പറയുന്നു പോസ്റ്ററിൽ പോലും ഇല്ലല്ലോ ശബരിമലയോ ദേവസ്വം ബോർഡോ അയ്യപ്പനോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ടാണോ ഈ സംഗമം? വികസനം മാത്രമാണോ അജണ്ട എന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അയ്യപ്പ സംഗമത്തെ ഇടതുപക്ഷം കാണുന്നത്? അല്ല, ഇതിൽ വിശ്വാസികളെ മാറ്റി നിർത്തുന്നു എന്നുള്ള നരേറ്റീവ് എവിടുന്ന് കിട്ടി? അങ്ങനെ ആരും യഥാർത്ഥത്തിൽ ആക്ഷേപം ഉന്നയിച്ചില്ലല്ലോ. അപ്പോ യഥാർത്ഥത്തിൽ ഈ ആളുകൾ മുഴുവൻ അവിടെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നത് 800-5,000 ആളുകൾ രജിസ്റ്റർ ചെയ്തു. അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അത് നമ്പർ നിശ്ചയിച്ചു. അങ്ങനെ 3000-ലധികം ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുക്കുന്നത്. അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട്, മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിനനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അത് എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് പരസ്യപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടന സെഷൻ ഉണ്ട്. അതിനെ 3 സെഷനായിട്ട് മാറുന്നുണ്ട്. ഒന്ന് അതിന്റെ പശ്ചാത്തല വികസന കാര്യങ്ങൾ, മറ്റൊന്ന് ടൂറിസമാണ്, വേറൊന്ന് ക്രൗഡ് മാനേജ്മെന്റാണ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട മേഖലകളിലൂടെ അത് സഞ്ചരിക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അതിന്റെ ടെക്നോക്രാറ്റുകള്, അതുപോലെ എഞ്ചിനീയേഴ്സ്, മറ്റ് ഉദ്യോഗസ്ഥർ, അതിലൊക്കെ ഉപരിയായി ശബരിമലയിൽ വർഷങ്ങളായിട്ട് വന്നുപോയിക്കൊണ്ടിരിക്കുന്ന, അവിടുത്തെ ക്രമാനുഗതമായ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്തവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വലിയ നിരയുമുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് അയ്യപ്പ സംഗമം. പിന്നെ എങ്ങനെയാണ് അത് ഭക്തരെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമായി മാറുന്നത്? ഭക്തരല്ല അവിടെ മാറ്റി നിർത്തപ്പെടുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും വർഗീയ ഭിന്നത ഉണ്ടാക്കാനും വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ശബരിമലയെ അങ്ങനെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. വർഗീയമായി അതിനെ ഹിന്ദു പോളറൈസേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ മറ്റ് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. കേരളീയരുടെ പൊതുവികാരമാണ് അയ്യപ്പ സംഗമം. കാരണം അത് കേരളത്തിന് റവന്യൂ ഉണ്ടാക്കുന്ന ഒന്നാണ്. അയ്യപ്പന്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം, അതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇപ്പൊ ലോകമാകെ ഉള്ള മലയാളികളും ലോകമാകെ ഉള്ള ദക്ഷിണേന്ത്യൻ ഭക്തരും, പൊതുവെ നോർത്ത് ഇന്ത്യൻസ് അതിനേക്കാൾ കുറഞ്ഞിരിക്കും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു ജനസംഗമം പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് കാലാനുസൃതമായ വികസനവും കാര്യങ്ങളും കൊണ്ടുവരുന്നതിന് മുഴുവൻ സമൂഹത്തിന്റെയും താല്പര്യങ്ങൾക്ക് വിധേയമായി കൊണ്ടുള്ള സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് LDF ഗവൺമെന്റ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. കോവിഡ് വന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരെ സഹായിക്കാൻ വേണ്ടി എടുത്ത ഗവൺമെന്റ് നിലപാട്, അവിടുത്തെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പരിശ്രമങ്ങൾ. പക്ഷെ അത് പോരാ. 2030, 2040, 2050 വരെ എത്തുമ്പോൾ
ശബരിമല എങ്ങനെ ആയിരിക്കണം. ദീർഘദർശിത്വമുള്ള ഭരണാധികാരികൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. അതായത് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള വികസനം പ്രവർത്തനം സംഘടിപ്പിക്കുക. ചുരുങ്ങിയ കാലത്തേക്ക് സംഘടിപ്പിച്ചാൽ അത് അപര്യാപ്തമാകും. നല്ല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ വലിയൊരു ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ 1200-1500 കോടി രൂപയുടെ ഡെവലപ്മെന്റ്സ് ആണ് അവിടെ ലക്ഷ്യമിടുന്നത്. അതായത് ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ശബരിമലയിൽ പോകാൻ താല്പര്യമുള്ളവർ അവരുടെ ഒരു കൗമാരം യൗവന കാലത്ത് ശബരിമല എങ്ങനെയായിരിക്കണം, അന്ന് ഈ ജനസംഖ്യയല്ല ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോഴത്തെ 3.5 കോടിയല്ല, ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം അതിൽ നിയന്ത്രിതമാണെങ്കിൽ പോലും പൊതുവെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യണം. നാളത്തെ കാര്യമല്ല, മറ്റന്നാളത്തെ കാര്യം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കണം. ഇത്ര സതുദ്ദേശപരമായ ഒരു കാര്യം ഡെവലപ്മെന്റ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്ക് ചിലർക്ക് എന്തിനാ ഇത്രയും വെപ്രാളം? അത് അവിടുത്തെ മാത്രമല്ലല്ലോ, കേരളത്തിൽ ഒരു ഡെവലപ്മെന്റ്സ് വേണ്ടെന്നല്ലേ ആണല്ലോ. അപ്പൊ ഡെവലപ്മെന്റ്സിനെ എല്ലാം ശുദ്ധ അനാവശ്യം പറഞ്ഞ് ആക്ഷേപിച്ച് അതിനെ മുഴുവൻ എഴുത്തി കാണിക്കുക. ശബരിമലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ വിശ്വാസത്തിന് ഒരു ക്ഷതം ഇപ്പോഴില്ലല്ലോ. കഴിഞ്ഞ ശബരിമല സീസണിൽ അതിനു മുമ്പത്തെ വർഷത്തേക്കാൾ 7 ലക്ഷത്തോളം ആളുകൾ അധികം വന്ന് പോയല്ലോ. ഇത്ര കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ നടത്തിയപ്പോൾ ആർക്കാ പരാതി? ഒരാൾക്കും പരാതി ഉണ്ടായില്ലല്ലോ. 53-54 ലക്ഷം ആളുകൾ വന്നു പോയിട്ട് എത്ര കൃത്യമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തു പോയത്. ഡോക്ടർ പി കെ ഗോപൻ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, കൃഷി ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വികസനം വേണം അവിടെ എന്നുള്ളത് ഇപ്പോൾ ഉയരുന്ന കാര്യവുമല്ല. അത് കുറെ കാലമായിട്ട്, കുറെ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഉള്ള ആവശ്യമാണ്. അത് നടപ്പാക്കുക, അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ നടപ്പാക്കേണ്ട കാര്യവുമല്ല, അത് നേരത്തെ തന്നെ നടപ്പാക്കേണ്ട കാര്യമാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയം അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കാറായി നിൽക്കുന്ന സമയത്ത് നടപ്പാക്കേണ്ട കാര്യവുമല്ല. മാത്രമല്ല വികസനവുമായി ബന്ധപ്പെട്ടല്ല, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടും ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടും ലംഘനം നടന്നു എന്നുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അവിടെ വിവാദങ്ങളുണ്ടായത്. താങ്കൾക്കും എനിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ വിഷയങ്ങൾ, അതായത് ഈ സർഫസിൽ പരിഹരിക്കുന്നതിന് പകരം ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിപൂർണമായിട്ട് ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി കൈ പിടിച്ചുകൊണ്ടാണോ ഈ അയ്യപ്പ സംഗമം? ഇതെന്തൊരു നരേഷനാണ്. അതായത് ഈ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ്. അല്ലാതെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് 10 കൊല്ലം മുമ്പ് അയ്യപ്പ സംഗമം നടത്തിയില്ല, 5 കൊല്ലം മുമ്പ് നടത്തിയില്ല എന്ന ക്വസ്റ്റ്യൻ ബാലിശമാണ്. 75ാമത് ജൂബിലിയുമായി, അവിടുത്തെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അടുത്ത 25 വർഷത്തിനകം, അതായത് ശതാബ്ദി തികയ്ക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് എവിടെ എത്തണം? ഇതാണ് ദീർഘവീക്ഷണം. ഇവിടെ അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവും അവിടെ നിലവിലില്ല എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ ആ ഭക്തജന സംഗമവും അവിടുത്തെ തീർത്ഥാടന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപൂർവം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടുണ്ടോ? എത്ര നല്ല ക്രൗഡ് മാനേജ്മെന്റ് ആണ് അവിടെ നടത്തിയത്. അപ്പൊ പിന്നെ എന്താണ് വിഷയം? പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ചാണ്. ആ നിലപാടുകളിൽ ഇപ്പോഴെന്തിനാ പ്രസക്തി? നേരത്തെ നിലപാടെടുത്തിട്ടുള്ളത് ആരാണ്? ഈ സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരാൻ കാരണം ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും ആളുകൾ കോടതിയിൽ പോയിട്ടാണോ? സംസ്ഥാന ഗവൺമെന്റ് ആണോ കോടതിയിൽ പോയത്? അതോ RSSന്റെ BJPയുടെ പ്രവർത്തകരായിട്ടുള്ള വക്കീലന്മാരും സന്യാസ ശ്രേഷ്ഠരുമാണോ പോയത്? അവരുടെ വാദം എന്തായിരുന്നു? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു, സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നില്ല. ഇതായിരുന്നു വാദം. ഈ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ, കമ്മ്യൂണിസ്റ്റുകാർ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് അംഗീകരിച്ചില്ലെങ്കിലും ഒരു മിനിറ്റ് കൂടി, ഈ വാദം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്നുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ സുപ്രീം കോടതി വാദിച്ചപ്പോൾ അവർ കേസ് പരിഗണിക്കുകയും അവർ സ്ത്രീകളുടെ പ്രവർത്തന നിഷേധത്തെ നിരാകരിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ RSSന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ അതിനെ സ്വാഗതം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട രാജഗോപാൽജി സ്വാഗതം ചെയ്തു. കേരളത്തിൽ RSSകാർ സ്വാഗതം ചെയ്തു. സാക്ഷാൽ രാഹുൽ ഗാന്ധി സ്വാഗതം ചെയ്തു. ജന്മഭൂമി പത്രത്തിൽ വലിയ കോളത്തിൽ വാർത്ത വന്നു, ഇതാ നേട്ടം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ്. അവിടെ ഗവൺമെന്റ് പിന്നെന്ത് വേണമായിരുന്നു? ഇതിനെ എതിർക്കണമായിരുന്നോ? അപ്പൊ ഗവൺമെന്റ് അതിൽ ഉറച്ചു നിന്നപ്പോ നാമജപഘോഷയാത്ര നടന്നു. അപ്പൊ RSSും കാലുമാറി, കോൺഗ്രസും കാലുമാറി. എന്നിട്ട് ചോദിക്കുകയാണ് നിലപാട് മാറ്റിയെന്ന് ചോദിക്കുക. ആരാ നിലപാട് മാറ്റിയേ?
അവിടെ എന്നുള്ളതല്ല, ലോകത്ത് എവിടെയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു ക്ലോസ് കൂടെ അതിനകത്തുണ്ട്. ആർക്കാണോ അവിടെ പ്രവേശിക്കേണ്ടത് അവരിലെ മഹാഭൂരിപക്ഷം അതിന് തയ്യാറാവണം. അവിടെ മാത്രമേ പ്രസക്തിയുള്ളൂ. അവർ തയ്യാറല്ലെങ്കിൽ വിട്ടു ആ കേസ്. ശബരിമലയിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷ സ്ത്രീകൾക്കും പ്രവേശിക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചാൽ പിന്നെ ആർക്കാ ആവശ്യം? അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല. ഇത് വലിച്ചടിച്ചുകൊണ്ട് വരുന്നത് എന്തിനാ? ഇപ്പൊ ആദ്യം പറഞ്ഞെന്തോ, ഒരു സെക്കൻഡ് കൂടി അത് തീർക്കുക. ആദ്യം പറഞ്ഞെന്താ, അവിടുത്തെ ഇഷ്യൂ എന്താ? സ്റ്റാലിൻ പങ്കെടുക്കുന്നു, അദ്ദേഹം ആ ഹിന്ദു വിശ്വാസിയല്ല, ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ആളാ, അതുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താൻ പാടില്ല. സ്റ്റാലിൻ പങ്കെടുക്കുന്നില്ലെന്ന് കണ്ടപ്പോ പുതിയ വിഷയം ഉണ്ടായിക്കൊണ്ടുവന്നു. ഇത് ചെന്നായുടെ വെള്ളം കലക്കൽ ന്യായമാണിത്. ഞാൻ തിരികെത്താം ഡോക്ടർ പി കെ ഞാൻ തിരികെത്താം. സേനാപതി വേണു, ഈ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് 25 വർഷം കൂടി കഴിയുമ്പോൾ, ശതാബ്ദി തികയ്ക്കുമ്പോൾ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തണം എന്നുള്ളതിൽ അതാർക്കും തർക്കമില്ല. അത് UDF-നും കോൺഗ്രസിനും തർക്കമുണ്ടാകാനും സാധ്യതയില്ല സ്വാഭാവികമായിട്ട്. അപ്പോൾ അത് ദേവസ്വം ബോർഡ് നടപ്പാക്കുന്നു, സർക്കാർ അതിനൊപ്പം നിൽക്കുന്നു. ഇനി ഇതിന് മുൻപുണ്ടായ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ, അതിന് മുൻപുള്ള വർഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ വിഷയങ്ങളോ അവിടെ ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പിന്നെന്ത് ചെയ്യണമായിരുന്നു, പലരും നിലപാട് മാറ്റിയ സമയത്ത് സർക്കാർ എന്ത് നിലപാട് എടുക്കണമായിരുന്നു എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. വികസനം അവിടെ വേണം സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വലിയ വിശ്വാസ ലംഘനം നടക്കുന്നുണ്ട് എന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഇതാ MK സ്റ്റാലിൻ തൊട്ടിങ് സംഗമത്തിലെ പോസ്റ്റർ വരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രതിപക്ഷം ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ലേ? ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയില്ലേ? ഇതാണ് ഇടതുപക്ഷം ചോദിക്കുന്നത്. കോൺഗ്രസിന് മറുപടി. അപർണ, ഞാൻ ഡോക്ടർ ഗോപനോട് ആമുഖമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ സംഗമം നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഗമം നടത്തുന്നത് അതിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ശബരി ദേവസ്വം ബോർഡല്ല. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്രയോ ക്ഷേത്രങ്ങളും ഇതിലും ചിലപ്പോൾ ഭക്തർ കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ദിവസവും പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളായി വരുന്ന ഏതെങ്കിലും ക്ഷേത്രം. ഇനി വേണ്ട, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ആസ്ഥാനമുണ്ടല്ലോ തിരുവനന്തപുരത്ത്. എന്തേ അവർക്ക് അവിടെ ആ സംഗമം അങ്ങ് സംഘടിപ്പിക്കാൻ പറ്റത്തില്ലേ? ഇത് 75 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ആ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ ആഘോഷം ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ ഒരു യുക്തി മനസ്സിലാവും. ഇത് സംഗമിപ്പിക്കുന്ന എവിടെയാണ്? പമ്പയിലാണ്. അപ്പോൾ ഇതാരെ വിഡ്ഢികളാക്കാനായിട്ടാണ് ഇവർ ഈ സംഗമവുമായിട്ട് വന്നിരിക്കുന്നത്? ഞാൻ വിനയപുരസരം ചോദിക്കുന്ന ഒരു ചോദ്യം, നാളെ അത് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഈശ്വര വിശ്വാസിയാണോ അയ്യപ്പ വിശ്വാസിയാണോ? ഞങ്ങൾക്ക് അറിയാനൊരു താല്പര്യമുണ്ട്. അയ്യപ്പനിൽ വിശ്വാസമില്ലാതെ ഉദ്ഘാടനം ചെയ്യാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ശബരിമലയിൽ ദേവസ്വം മന്ത്രി അവിടെ ദർശനം നടത്തുമ്പോൾ, മന്ത്രി ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദർശനമല്ല, അദ്ദേഹം അവിടെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് തന്ത്രി കൊടുത്ത പ്രസാദം അത് ചുരുട്ടിക്കൂട്ടി താഴേക്കിടുന്നത് നമ്മൾ കണ്ടു. മുൻ ദേവസ്വം മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ, അദ്ദേഹം അയ്യപ്പനെ ദർശിക്കാനല്ല, അയ്യപ്പനെ കാണാൻ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ എന്റെ വിനീതമായ ചോദ്യം, ഇതിന്റെ ഉദ്ഘാടകനും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെ ഇവർക്ക് ദൈവവിശ്വാസമുണ്ടോ, അയ്യപ്പ വിശ്വാസമുണ്ടോ, ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ടോ? അവരാദ്യം അത് പറയട്ടെ. ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ദേവസ്വം ബോർഡിനെ കുറിച്ചല്ല. ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശബരിമല ക്ഷേത്രത്തെ കുറിച്ചാണ്. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗോപൻ പറഞ്ഞു ക്ഷേത്രത്തിന്റെ വികസനത്തെ കുറിച്ചാണ്. ഞാൻ ശ്രീ ഗോപനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, ഗോപ, ഇനി നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലാവധി, ഗോപൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 6-3-18 180 ദിവസമേ ഉള്ളൂ. 181ാമത്തെ ദിവസം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. 7ാമത്തെ മാസം ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇനി അതിനകത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് കഴിഞ്ഞ 10 കൊല്ലക്കാലം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ശബരിമലയുടെ വികസനമാണ് നിങ്ങളുടെ അജണ്ടയെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 4 കൊല്ലം മുമ്പേ ഇത് സംഘടിപ്പിക്കാമായിരുന്നല്ലോ. ഇതൊന്നും അല്ലല്ലോ നിങ്ങളുടെ കാര്യം. ഇനി ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത്, ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് ഭക്തരുടെ വിശ്വാസികളുടെ സംഗമമല്ല നിങ്ങൾ നടത്തുന്നത്. വിശ്വാസികൾ എവിടെയാണെന്നറിയോ? നിങ്ങൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ചെല്ല്. ഈ ശബരിമല സീസൺ ആയി കഴിയുമ്പോഴേക്കും മാലയിട്ട് 41 ദിവസം ഒരു ചെരുപ്പ് പോലും ഇടാതെ, നമ്മൾ മലയാളികൾ പോലെയല്ല അവരുടെ വിശ്വാസം, ആ ചെരുപ്പ് പോലും ഇടാതെ തമിഴ്നാടിന്റെ വിദൂര ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിനല്ല അതിനും അപ്പുറം അയ്യപ്പന്മാര് ഞങ്ങളുടെ നാട്ടിൽ കൂടെ കമ്പംമെട്ടിലെ ചെക്ക് പോസ്റ്റ് വഴിയാണ് അവർ വരുന്നത്. ആ ചെക്ക് പോസ്റ്റ് വഴിയിലൂടെ വരുന്ന അവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ
കമ്പമെട്ടിൽ അവർക്ക് വിരിവെക്കാൻ, അവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ കുടിവെള്ളത്തിനുള്ള സൗകര്യം ഇന്നോളം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അവരാണ് ഭക്തർ. ഇപ്പൊ അങ്ങ് പറഞ്ഞ് 25 രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. 25 രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് 25 രാജ്യത്തെ ആളുകളല്ല. ഇവിടുന്ന് പോയി അവിടെ തൊഴിൽ ചെയ്യുന്ന, വരാൻ വിമാനത്തിൽ വരാൻ അല്ലെങ്കിൽ അതുപോലെ സൗകര്യത്തിൽ വരാൻ ഉള്ള ആളുകൾ. അവർ വരുന്നത് അയ്യപ്പ ഭക്തരായിരിക്കാം. പക്ഷെ അവർ നാളെ അവിടെ വരുന്നത് അയ്യപ്പ ഭക്തരോ അയ്യപ്പ ഭക്തരുടെ സംഗമത്തിലോ അല്ല, മറിച്ച് മറ്റു ചില ഉദ്ദേശത്തോടു കൂടി സർക്കാർ നടത്തുന്ന ആ സംഗമത്തിൽ വരുന്നതാണ്. അങ്ങ് അറിയണം, പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രമെന്നാണ് ശബരിമല ക്ഷേത്രത്തെ കുറിച്ചുള്ള സങ്കല്പം. അപ്പൊ ഏതോ കാലമോ, ചിലപ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളത്, അതാണ് വിശ്വാസം. പരശുരാമൻ സ്ഥാപിച്ച അച്ചൻകോവില്, അതുപോലെ തന്നെ അയ്യപ്പൻ കോവില്, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ശബരിമല, ഇതിൽ ഞങ്ങളുടെ നാട്ടിലാണ് അയ്യപ്പൻ കോവിൽ ക്ഷേത്രം. അവിടെ അയ്യപ്പന്റെ സങ്കല്പം എന്ന് പറയുന്നത് പൂർണ്ണ പുഷ്കല അവരോടൊപ്പം ഇരിക്കുന്ന അയ്യപ്പനാണ്. അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ കല്യാണങ്ങൾ പോലും നടക്കുന്നു. ആര്യങ്കാവിലെ അയ്യപ്പൻ നമുക്കറിയാം, കുളത്തുപ്പുഴയിലെ അയ്യപ്പൻ എന്ന് പറയുന്നത് ബാലനായ അയ്യപ്പനാണ്. അപ്പോൾ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന്റെ ഭാഗമായി നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്താ പറയുക, എത്രയോ പുരാതനമായ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം എന്നുള്ള വിശ്വാസമാണ്. ഇന്നോ ഇന്നലെയോ ഒന്നും അല്ലല്ലോ അയ്യപ്പന്റെ ഖ്യാതി ലോകം മുഴുവൻ പ്രചരിച്ചത്. നിങ്ങൾ വന്നതിന് ശേഷമാണോ? ഇനി നിങ്ങളൊരു സംഗമം നടത്തിയിട്ടാണോ അയ്യപ്പനെ കുറിച്ച് ലോകത്ത് ആളുകൾ അറിയുന്നത്? അയ്യപ്പനെ അറിയുന്നത് വിശ്വാസി. അവൻ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. അവൻ കല്ലും മുള്ളും ചവിട്ടി മല കയറി മുകളിൽ പോകുന്നു. അവന് വേണ്ടത് എന്താണ്? അവന് മിനിമം ഫെസിലിറ്റീസ് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അവന് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം, അവന് കുടിവെള്ളത്തിനുള്ള സൗകര്യം, അവന് വിരിവെക്കാനുള്ള സൗകര്യം, അവിടെ തിരക്കുണ്ടാകാതെയുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ നിങ്ങൾ ഇത് മാത്രം മതി. അവിടെ നിങ്ങൾ പറയുന്ന പോലെ ഈ എന്താ പറയുക, എന്ത് സർക്യൂട്ട് എന്നാണ് നിങ്ങളിപ്പോ പറയുന്നത്? ടൂറിസം സർക്യൂട്ട്. ടൂറിസം സർക്യൂട്ടിനുള്ള സ്ഥലമല്ല സാർ ഗോവൻ ശബരിമല. അവിടെ കരിമല കയറ്റം കഠിനവന്റെ അയ്യപ്പ എന്ന് പറയുന്ന ഞങ്ങളെ പോലുള്ള വിശ്വാസികൾ അവര് പോകുന്ന സ്ഥലമാണ് ശബരിമല. അതല്ലാതെ ടൂറിസത്തിന് വരുന്ന ആളുകൾ അവർ വേറെ സ്ഥലത്ത് പോട്ടെ, അവർക്ക് പോകാനുള്ള സ്ഥലം അല്ല. അപ്പോ വിശ്വാസികളല്ലാത്ത ആളുകൾ ഇന്ന് വിശ്വാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നത് അയ്യപ്പന് വേണ്ടിയുമല്ല, ശബരിമലയ്ക്ക് വേണ്ടിയുമല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇന്നലത്തെ വാർത്താ സമ്മേളനം നമ്മൾ പേടിച്ചുപോയി. ശബരിമലയെ കുറിച്ച് പറയുന്നത് പോലും ഇപ്പൊ ഭയമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം ഇന്ന് ഇപ്പോ തുടക്കത്തിലെ തന്നെ അപർണ പറഞ്ഞത്, ഈ ദ്വാരപാലക ഇതിന്റെ സ്വർണം പൊളിച്ചുകൊണ്ട് പോയത് 4 കിലോഗ്രാം കുറവ്. ഇതൊക്കെ അന്വേഷണങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങൾ. അപ്പൊ വിവാദ സ്ഥലമാക്കി ശബരിമലയെ മാറ്റിക്കൊണ്ട് മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകൾ, അതിൽ നിന്ന് ഭക്തരുടെ ശ്രദ്ധ തിരിച്ച് ഒരു വട്ടം കൂടി എങ്ങനെയെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം. ഞങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, ഞങ്ങൾ കൊടുത്ത സത്യവാങ്മൂലത്തെ തിരുത്തി നിങ്ങൾ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ സത്യവാങ്മൂലം നിങ്ങൾ തിരുത്തിയിട്ട് അവിടുത്തെ വിശ്വാസത്തെ സംരക്ഷിക്കും. 10നും 50നും ഇടയിലുള്ള യുവതികളെ അവിടെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള ആ വിശ്വാസം സംരക്ഷിക്കും. അതിനനുസൃതമായ സത്യവാങ്മൂലം നിങ്ങൾ കൊടുക്കുമോ? നമ്പർ 1. നമ്പർ 2, ഈ കഴിഞ്ഞ ശബരിമലയിൽ ഉണ്ടായ ഇഷ്യൂമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുമോ? യശശരീരനായ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലും കേസ് ഇപ്പൊ അഭിജി ചെയ്തിട്ടുണ്ടാവും. കേസ് നിലനിൽക്കുന്നു. എത്രയോ ആളുകളുടെ പേരിൽ കേസ് നിൽക്കുന്നു. കേസ് പിൻവലിക്കുമോ? മൂന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ ഗവൺമെന്റ് പിരിഞ്ഞു പോകാൻ ഈ പരിമിതമായ സമയമുള്ള സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഒരു സങ്കല്പവുമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 1 മിനിറ്റ് കൂടി കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. പന്തളം കൊട്ടാരമാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായിട്ട് നിൽക്കുന്നത്. പന്തളം കൊട്ടാരത്തിലെ ഏതെങ്കിലും സ്ത്രീകൾ 10 മുതൽ 50 വയസ്സിനിടയിൽ ആ ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നതായിട്ടോ അറിവുണ്ടോ? അവരെപ്പോഴാണ് ശബരിമലയിൽ തങ്കിയെങ്കി പുറപ്പെട്ട് അവിടുന്ന് ചെന്ന് വിഗ്രഹം തിരിച്ചു വരുമ്പോൾ റാന്നി ക്ഷേത്രത്തിൽ അയ്യപ്പനെ പ്രദർശിപ്പിക്കും. ആർക്ക് കാണാൻ? ഈ പന്തളം കൊട്ടാരത്തിലെ വനിതകൾക്ക്, സ്ത്രീകൾക്ക് കാണാൻ. അപ്പോഴും ശബരിമലയിൽ പോയി അല്ല കാണുന്നത്. ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതൊരു വിശ്വാസമാണ്. ഹിന്ദുക്കളുടെ, ഹൈന്ദവരുടെ അല്ലെ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസമാണെന്നേ. ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കപ്പെടും. വിശ്വാസം എന്നുള്ളത് അത് മനുഷ്യന്റെ മനസ്സിലുള്ളതാണ്. അത് ചിലപ്പോ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഗോവ അവിടെ കാണുന്ന അയ്യപ്പന്റെ വിഗ്രഹം കല്ലായിട്ടോ അല്ലെങ്കിൽ തൂണായിട്ടോ തോന്നുന്നത്. മറിച്ച് വിശ്വാസിയുടെ കണ്ണിൽ, ആ വിശ്വാസിയുടെ കണ്ണിൽ നോക്കുമ്പോഴാണ് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി വരുന്നതും. അയ്യപ്പന്റെ മുമ്പിൽ അവൻ നമ്മുടെ ശിരസ്കനായി നിന്നുകൊണ്ട് അവന്റെ ദുഃഖങ്ങൾ മുഴുവൻ അയ്യപ്പനോട് പറയുന്നത്. അത് വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിക്കാനുള്ള സംഗമമല്ല പമ്പയിൽ നടക്കുന്നത്. ഇത് വോട്ടിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള സംഗമമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ശബരിമലയുടെ വികസനമാണ് നിങ്ങൾ കാംക്ഷിക്കുന്നത് എങ്കിൽ യഥാർത്ഥ ഭക്തരെയാണ് അവരെ വിളിച്ചുകൊണ്ട്. അതിപ്പോഴല്ല,
ശബരിമല സീസൺ വരുമ്പോ നിങ്ങൾ ഒരു സംഗമത്തിന് പന്തൽ അവിടെ ഇട്ടോ, അവിടെ വിശ്വാസികൾ മുഴുവൻ ആ പന്തലിൽ കയറിയിട്ട് പറയും എന്നതാണ് ശബരിമലയിൽ വേണ്ടത് എന്ന് അവര് പറയും. അതല്ലാതെ നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ശ്രീ സേനാപതി ഒറ്റ കാര്യം, ഇതിനകത്ത് പങ്കെടുക്കരുത്, ഈ വിശ്വാസികളെ വോട്ട് തട്ടിയെടുക്കാനുള്ള ഈ നീക്കത്തിനകത്ത് പങ്കെടുക്കരുത് എന്നടക്കം പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഞങ്ങൾ ആരോടും ഞങ്ങൾ ഒരാളോടും പങ്കെടുക്കരുതെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് പോകണമോ, പങ്കെടുക്കണമോ, പിണറായി വിജയൻ സ്വാമിയുടെ പ്രസംഗം കേൾക്കണമോ, അതല്ല ഗോവിന്ദസ്വാമിയുടെ പ്രസംഗം കേൾക്കണമോ, അതല്ല വാസവൻ സ്വാമിയുടെ പ്രസംഗം കേൾക്കണോ, ഒരു വിരോധവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ഔദ്യോഗികമായി ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വർണ്ണപ്പാളി വിഷയത്തിൽ. പക്ഷെ അതുമാത്രമല്ല, ഈ തുടക്കം തൊട്ട് എല്ലാ വിഷയങ്ങളിലും ഓരോരോ ചോദ്യങ്ങളായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. സർക്കാർ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടെടുക്കുകയും അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന നിലപാട് സർക്കാർ തിരുത്തുകയുമാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ വഴിയെ സർക്കാർ നിൽക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇത് വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു തട്ടിപ്പ് എന്ന് പറയുന്നതിനകത്ത് മറ്റൊരു രാഷ്ട്രീയമില്ലേ എന്ന് കൂടി ചോദിച്ചു പോകില്ലേ? അല്ല, ഞാൻ അതല്ലേ വീണ്ടും ചോദിക്കുന്നത്. ഈ സംഗമം നിങ്ങൾ 2 കൊല്ലം മുമ്പ് നടത്തുകയാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് എങ്കിൽ, ഇതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തല്ലേ പിന്നത്തെ ആഴ്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുക. അത് കഴിഞ്ഞാൽ 3-4 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കാൻ പോവുക. അപ്പോ ആളുകളെ മുമ്പ് അകന്നു പോയിട്ടുള്ള ഭൂരിപക്ഷ സമൂഹത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി പുതിയ അടവ്. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ന്യൂനപക്ഷ സംഗമം 51 കേന്ദ്രങ്ങളിലോ മറ്റും നടത്താനായിട്ട് പോകുന്നു. ഇവിടെ മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന ഈ പുതിയ സംസ്കാരവുമായി അതും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും വരുമ്പോൾ ഇത് വോട്ടിനല്ല എങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ മനസ്സിലെ ചിന്താഗതി? അതാണ് അപർണ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സംഗമത്തെ അതിൽ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇത് രാഷ്ട്രീയമായി സംഘടിപ്പിക്കുന്ന സംഗമം. ശരി, ഓക്കെ, അത് വ്യക്തമാണ്. മാറി നിൽക്കുകയാണ് പ്രതിപക്ഷം, പക്ഷേ സംഗമം നടക്കുകയുമാണ്. ഇനി BJPയോടും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ വിഷയത്തിനകത്ത് ഹൈന്ദവ സംഘടനകൾ, ഒരു വിഭാഗത്തിലുള്ള ഹൈന്ദവ സംഘടനകൾ ഒരു വിശ്വാസ സംഗമം സംഘടിപ്പിക്കുമ്പോഴും സമുദായ സംഘടനകളുടെ സപ്പോർട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ വിശ്വാസ ആചാര സംരക്ഷണ ലംഘന പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാറി നിന്നവരൊക്കെ സർക്കാരിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികൾക്കെതിരാണ് എന്ന് ഒരു പരക്കെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ BJP അടക്കമുള്ളവരുടെ ആരോപണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞങ്ങൾ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനവും നടപ്പാക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വികസനത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് എന്ന് ഓരോ നാഴികയ്ക്കും ആവർത്തിച്ചു പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പാർട്ടി അതിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? അതെ, ശ്രീ ഉല്ലാസ് ബാബു. വളരെ കാലങ്ങളായിട്ട് മാധ്യമപ്രവർത്തന രംഗത്തുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് അപർണയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ അതിനകത്ത് ശരിയും തെറ്റും മനസ്സിലാക്കാൻ ബോധ്യമുണ്ടാകും. ഞാൻ ചോദിച്ചോട്ടെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിൽ 9.5 വർഷം പിന്നിടുകയാണ് കേരളത്തിനകത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 9.5 വർഷം കഴിഞ്ഞിട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 4 തരത്തിൽ ഇതിനെ ചർച്ച ചെയ്യും. ഒന്ന്, ഇതിനകത്ത് രാഷ്ട്രീയം, നമ്മളെല്ലാവരും പറയുന്നത് രാഷ്ട്രീയമുണ്ട്, എന്താണ് അതിന്റെ രാഷ്ട്രീയമെന്ന് എല്ലാവരും ചോദിക്കും. 2, ഇതിനകത്തൊരു ധാർമ്മികതയില്ല. 3, ഇതിന്റെ അകത്തൊരു ആധ്യാത്മിക ലൈനില്ല. 4, ഇതിന്റെ വികസനവും. ഞാൻ ചോദിച്ചിട്ട് അപർണ എത്ര കാലമായിട്ടുണ്ട് ഒരു സർക്കാർ ഇരിക്കുമ്പോൾ, ഒരു ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോൾ 5000-ഓ 6000-ഓ പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പന്തല് കെട്ടി പൊതുയോഗം വിളിച്ച് മൈക്ക് കെട്ടി പ്രസംഗിച്ച് വലിയ ഹോർഡിങ്സ് ഒക്കെ വെച്ച് ഒരു വികസനം ചർച്ച ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്ര മേഖലയുടെ വികസനം ചർച്ച ചെയ്യുന്നത് അപർണ കാലം ഇതുവരെ കണ്ടിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഹോർഡിങ്സിന് കാണുന്നത്? അയ്യപ്പ സംഗമം എന്നല്ലേ പറഞ്ഞത്? അയ്യപ്പ സ്വാമിയല്ലേ? പിണറായി സ്വാമിയെയും വാസവ സ്വാമിയെയും കാണുന്നുണ്ട് ഹോർഡിങ്സിൽ, അയ്യപ്പനെ കാണുന്നില്ല. വലിയ അയ്യപ്പനായിട്ടും കൊച്ചയ്യപ്പനായിട്ടും പിണറായി വിജയനും വാസവനും ഇരിക്കുന്നതായിട്ട് കാണുന്നു. കേരളം എന്താണ് ഇതിന് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇവർ അതിനകത്ത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്? ഇവര് ലോക കേരള സഭ നടത്തിയ പോലെ തന്നെ ഒരു കച്ചവടത്തിന്റെ കൃത്യമായിട്ടുള്ള അജണ്ട അതിന്റെ പുറകിലുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വികസനം, റോഡ്, തോട്, പാലം, വെള്ളം, വെളിച്ചം, അന്നം, അടിസ്ഥാന സൗകര്യം,
ഇത്യാദി കാര്യങ്ങൾ 9.5 വർഷക്കാലമായിട്ട് അധികാരത്തിലിരിക്കുന്ന ദേവസ്വം മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ക്യാബിനറ്റിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ പഠിച്ച് എക്സ്പെർട്ടുകളെ കണ്ടെത്തി കൺസൾട്ടൻസി വെക്കാമെങ്കിൽ കൺസൾട്ടൻസി വെച്ച് കൃത്യമായി ആ കാര്യങ്ങളിൽ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത വ്യക്തിയായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രിമാരായിട്ടിരുന്നത്. ഏകദേശം 53 കോടി രൂപയോളം സർക്കാരിന്റെ ഫണ്ടുകൾ ലാപ്സ് ആക്കി കളഞ്ഞില്ലേ? റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് 2016 കിട്ടിയ 23, അതിനുശേഷം കിട്ടിയ 11, അതിനുശേഷം കിട്ടിയ 14 ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിലാപ്സ് ആക്കി കഴിഞ്ഞത്? കണക്കുകളില്ലേ കൃത്യമായിട്ട്? അപ്പൊ അവിടെ ഒന്നും ആ പൈസ കൊണ്ട് വികസനങ്ങൾ നടത്താൻ സാധിക്കാത്ത പറഞ്ഞ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. KSRTC ബസ്സുകൾക്ക് പോലും പൈസ കൂട്ടിക്കൊണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ കൊണ്ടുപോകുന്ന സർക്കാരാണിത്. ഇതിന് അടിസ്ഥാന സൗകര്യം, മലമൂത്ര വിസർജനത്തിന് പോലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, വീക്ഷണങ്ങളില്ലാത്ത സർക്കാർ വ്യക്തികൾ അവർ ഇപ്പോ ആഗോള സംഗമം പന്തല് കെട്ടി വിളിക്കുന്നു. അപ്പൊ ഈ ടോയ്ലറ്റ് കൊണ്ടുവരണം അവിടെ, അല്ലാതെ അവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല. അങ്ങനെ ഒരു സർക്കാർ ഇന്ന് ഇത് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ്? ഈ മുരുക സംഗമം ഇവിടെ തമിഴ്നാട്ടിൽ നടക്കുകയും അത് കാണുകയും ചെയ്ത ഇടതുപക്ഷം വിശ്വാസികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് 1921 മാപ്പിള ലഹള മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തിരുവിതാംകൂറും മലബാറിലും നടന്നിട്ടുള്ള ഹിന്ദു കൺസോളിഡേഷൻ വോട്ടുകളെ കൈപ്പിടിക്കാൻ വേണ്ടി ഇടതുപക്ഷം അന്ന് നടത്തിയിട്ടുള്ള EMSന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായിട്ട് അയ്യപ്പ സംഗമത്തിന്റെ പുറകിലുള്ള ഹിന്ദു വോട്ടിന്റെ കണ്ണ് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം മനസ്സിലാകും. ഇതിന്റെ രാഷ്ട്രീയത്തിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? സ്റ്റാലിൻ എതിർക്കുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നോക്കൂ, ഗോപൻ പറയുന്നത് ഞാൻ കേട്ടു. സ്റ്റാലിൻ കൃത്യമായിട്ട് സനാതന ധർമ്മവും ഹിന്ദു വിശ്വാസവും ഡെങ്കുവും മലേറിയയുമാണെന്ന് പറഞ്ഞ വ്യക്തികളാണ്. ആ വ്യക്തികൾ അയ്യപ്പ സംഗമത്തിന് വരുന്ന സമയത്ത് വിശ്വാസികളുടെ ആചാരങ്ങളുടെ ക്ഷേത്ര വിശ്വാസങ്ങളെ പരിപൂർണമായി അംഗീകരിച്ചു പോകുന്ന വിശ്വാസികൾക്ക് ദോഷം തന്നെയാണ്. ഇവര് കോൺഗ്രസിന്റെ ആന്ധ്രയിലെയോ അല്ലെങ്കിൽ കർണാടകയിലോ ആളെ കൊണ്ടുവന്നിട്ട് വിശ്വാസികളാണ്. അവർ സിദ്ധാറാമയ്യ വിശ്വാസിയല്ല, D. ശിവകുമാർ വിശ്വാസിയാണ്, രേവന്ത് റെഡ്ഡി വിശ്വാസിയാണ്. അവർ ആർക്കും എതിർപ്പില്ലല്ലോ. അപ്പൊ അയ്യപ്പ സംഗമം എന്ന പേര് പറഞ്ഞുകൊണ്ട് കച്ചവട സംഗമം നടത്തി വിവിധ മേഖലകളിൽ ആളുകളെ കൊണ്ടുവന്ന് സാമ്പത്തിക താല്പര്യാർത്ഥം ഒപ്പം തന്നെ രാഷ്ട്രീയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ വിശ്വാസികളുടെ വോട്ടുകളെ വാങ്ങിച്ചെടുക്കാൻ കാണിക്കുന്ന ഒരു തട്ടിപ്പ് ഇവർ നടത്തിയ ഹോർഡിങ്സിൽ പിണറായി വിജയനും വാസവനും പിണറായിയെ കണ്ടൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിനകത്തെ വിശ്വാസികൾ നഷ്ടപ്പെടുന്നു വരുന്നു എന്ന് പറയുമ്പോൾ എന്ത് അവസ്ഥയാണ്? അയ്യപ്പ സ്വാമിയെയാണ് വിളിക്കുന്നത്, ആ ഭഗവാനെ കാണാനാണ് പോകുന്നത്. പിന്നെ അതിനകത്ത് ധാർമ്മികത, ഇത് ധാർമ്മികതയുള്ളത്. ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് വിവിധ വിശ്വാസികൾ, ഭക്തജനങ്ങൾ നാമജപ ഘോഷയാത്രയുമായി കേരളത്തിന്റെ തെരുവീതികളിൽ ഇറങ്ങിയ സമയത്ത് ഈ ആചാര ലംഘനം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ തല്ലിയതാരാണ്? അവർ അറസ്റ്റ് ചെയ്തതാണ്. 2200 കേസുകൾ എടുത്തതാണ്. 4400ഓളം അറസ്റ്റുകൾ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ അറസ്റ്റുകൾ, ആ കേസുകൾ എല്ലാം ഇപ്പോൾ പിൻവലിച്ചോ? അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന ദൈവമാണെന്നും ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ആ വിശ്വാസം പരിപൂർണമായി അംഗീകരിക്കുന്നുവെന്നും ഈ ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടോ? ഈ ഇടതുപക്ഷം അംഗീകരിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ധാർമ്മികമായി ശ്രീ ഉല്ലാസ് ബാബു, കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സർക്കാർ ഹിന്ദുക്കൾക്കൊപ്പമാണോ, വിശ്വാസികൾക്കൊപ്പമാണോ, വിശ്വാസ സംരക്ഷണത്തിനൊപ്പമാണോ എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ഹിന്ദു വിശ്വാസികൾക്ക് കഴിയുകയില്ലേ? സർക്കാർ ഒരു നിലപാട് ഇപ്പോൾ എടുക്കുന്നു, പണ്ട് എന്ത് നിലപാടെടുത്താലും ഇപ്പോൾ ഇതാണ് എടുക്കുന്നത് എന്ന് ഹിന്ദു വിശ്വാസികൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാവുകയില്ലേ? SNDPയും NSSും ഒക്കെ എടുക്കുന്ന നിലപാടൊക്കെ ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ്. സ്വാഭാവികമായിട്ടും വിശ്വാസികൾ സർക്കാരിനൊപ്പം നിൽക്കും, ഇടതുപക്ഷത്തിനൊപ്പം നിന്നേക്കും എന്നുള്ളൊരു ഭയം കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തുക കൂടിയാണോ ഈ ആരോപണം? അങ്ങനെയല്ലല്ലോ പറഞ്ഞു. നോക്കൂ, ശ്രീ ഗോപൻ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗോപൻ പറഞ്ഞു 7 ലക്ഷത്തോളം പേര് കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണത്തേക്കാൾ കൂടുതൽ കഴിഞ്ഞ തവണ തൊഴുതു. അപർണ ന്യൂസ് 18 കൃത്യമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളില്ലേ അതിനകത്ത്? കഴിഞ്ഞ തവണ ശബരിമലയിലേക്ക് വരാൻ പോലും സാധിക്കാതെ എരിമേലിയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും നിരവധി സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി മാലയൂരി കെട്ടഴിച്ച് കണ്ട ക്ഷേത്രത്തിൽ അവിടെ നെയ്യ് കൊടുത്ത് തിരിച്ചു പോയ എത്ര ലക്ഷം ഭക്തരുണ്ടെന്നറിയാമോ? എന്തായിരുന്നു ഇവരുടെ കെടുകാര്യസ്ഥത? ഇവരുടെ കൃത്യമായിട്ടുള്ള സമീപനക്കുറവിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് പോലും തൊഴാനുള്ള സൗകര്യം ഒരുക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാരായിരുന്നില്ല ഇവർ. ആ കാര്യം എന്താ അവർ മൂടിവെക്കുന്നത്? ഇവിടെ വിശ്വാസികളുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വിശ്വാസികളുടെ കാര്യം, ഇവർ മതേതരത്വം സർവ്വമത സമഭാവനയുടെ ഭാഗമായിട്ട് ശബരിമലയുടെ ആ വിഷയമടക്കം പരിഹരിക്കാനല്ലേ ഈ വികസനം പദ്ധതികൾ എന്ന് പറയുന്നത്? രണ്ടും രണ്ടായിട്ടാണല്ലോ പറയുന്നത്. ഈ പറഞ്ഞ കെടുകാര്യസ്ഥത അതടക്കം എന്നല്ലേ ഇടത് സർക്കാരും നേരത്തെ ശ്രീ BK ഗോപനും പറഞ്ഞത്? അപ്പോൾ അതിന് ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടത്? അല്ലല്ലോ പറഞ്ഞേ, ചോദിച്ചോട്ടെ. 9 കൊല്ലമായിട്ട് കേരളത്തിലെ ദേവസ്വം മന്ത്രി എന്തെടുക്കുകയായിരുന്നു? അവൻ എന്തായിരുന്നു പണി?
ഓൻ ഇവിടുത്തെ ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളും ക്ഷേത്രത്തിന്റെ വികസനവും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് കൃത്യമായി തൊഴുതുകൊണ്ട് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ സാധിക്കില്ലായിരുന്നെങ്കിൽ ആ വകുപ്പിന്റെ കീഴിൽ ആ വകുപ്പിന്റെ മേലെ കയറിയിരിക്കുന്നതിൽ എന്ത് അർത്ഥം ഉണ്ടായിരുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ കോർഡിനേറ്റ് ചെയ്ത് 21 മന്ത്രിമാരുണ്ടായിരുന്നില്ല. മന്ത്രിമാർക്കനുസരിച്ച് ചെയ്യേണ്ടേ? പിന്നെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ വരികയാണെങ്കിൽ അവിടെ തന്ത്രിയില്ലേ, അവിടെ മേൽശാന്തിയില്ലേ, അതനുസരിച്ച് ടീമില്ലേ, അവിടെ പന്തളം കൊട്ടാരങ്ങളില്ലേ? ഈ കേരളത്തിനകത്ത് നിരവധി ക്ഷേത്രങ്ങളില്ലേ, ക്ഷേത്രോപദേശക സമിതികളില്ലേ, ആ സമിതികളുടെ ആളുകളില്ലേ? ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിൽ വരുന്ന എത്ര ക്ഷേത്രങ്ങളുണ്ട്? ആ ക്ഷേത്രങ്ങളുടെ ഒക്കെ ക്ഷേത്രോപദേശക സമിതികളിലെ ഇവരാരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ലക്ഷോപലക്ഷം പേര് വരുന്ന ശബരിമല ക്ഷേത്രത്തിൽ ഈ വിശ്വാസികൾ വന്ന് പിണറായി വിജയനോ വാസവനെയോ കണ്ടിട്ടല്ല, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമൊന്നും കണ്ടിട്ടല്ല, അവർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരുന്നു. ആ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ സത്യസന്ധമായിട്ടുള്ള ക്ഷേത്ര വിശ്വാസികൾ അയ്യപ്പ വിശ്വാസത്തിൽ ചൂസ് ആൻഡ് പിക്ക് ചെയ്തത് എന്ത് അടിസ്ഥാനത്തിൽ? എന്തായിരുന്നു ഇവരുടെ ക്രൈറ്റീരിയ? 7000 4000 പേര് ഇവർ ചൂസ് ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്റെ ഒറ്റ ചോദ്യം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം, ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു വികസനം ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം ഫലം അനുഭവിക്കാൻ പോകുന്നതിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ഭക്തരാണ്. അവർക്ക് കേരളത്തിൽ വോട്ടില്ല. അപ്പോൾ ഈ വോട്ടില്ലാത്ത ഈ ഭക്തർക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും ഇത് വോട്ട് തട്ടാനാണ് എന്ന് പറയുന്നിടത്ത് ഒരു വിഷയമില്ലേ? ഇല്ല അപർണ, അതായത് കഴിഞ്ഞ തവണത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് ആചാരലംഘനം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ കൃത്യമായിട്ട് വിശ്വാസികളെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും കയറി ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നും അവരെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനം വരെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അപർണ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ആളുകളെ കൊണ്ടുവന്ന് വികസനം നടത്തുന്നു. അപർണ നോക്കൂ, ഒരു വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യക്തി എന്ന രീതിയിൽ അപർണ, കേരളത്തിലൊരു സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ അല്ലെങ്കിൽ നിർവഹിക്കപ്പെടാൻ കൃത്യമായി ബാധ്യതയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് പന്തല് കെട്ടി മൈക്ക് വെച്ച് പൊതുയോഗം വിളിച്ചിട്ടാണോ ശബരിമലയുടെ വികസനം നടത്തേണ്ടത്? റോഡുണ്ടാക്കാൻ പൊതുയോഗം വിളിക്കണോ? കേരളത്തിന്റെ സംവിധാനത്തിൽ തോടുണ്ടാക്കാൻ പൊതുയോഗം വിളിക്കണോ? വെള്ളം കൊടുക്കാൻ പൊതുയോഗം വിളിക്കണോ? വെളിച്ചം കൊടുക്കാൻ പൊതുയോഗം വിളിക്കണോ? അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാൻ പൊതുയോഗം വിളിക്കണോ? അവിടേക്കുള്ള വഴി കൃത്യമാക്കി അതിന്റെ പാത കറക്റ്റ് ചെയ്ത് 6 ചക്രമുള്ള വണ്ടി കൃത്യമായി ഓടിച്ച് അതിന് മാന്യമായിട്ടുള്ള ഒരു സംഖ്യ മാത്രം സ്വീകരിച്ച് ക്ഷേത്ര വിശ്വാസികൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പൊതുയോഗം വിളിച്ച് വികസനം ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ എന്ത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എന്താണ് പണി? അവർ എന്തിനാണ് ഇരിക്കുന്നത്? ഞാൻ തിരികെ എത്താം. ഇടത് നിരീക്ഷകൻ കൂടിയ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ നമുക്കൊപ്പം. ഈ വിഷയത്തിനകത്ത് ഇടതുപക്ഷം എന്നുള്ളതിനൊപ്പം തന്നെ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരേ അഭിപ്രായമൊന്നുമല്ല എല്ലാവരും ആ ശബരിമല സമയങ്ങളിൽ പ്രകടമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ കാര്യത്തിനകത്ത് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്, സർക്കാർ നടത്തുന്നതല്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ആദ്യം പറഞ്ഞത്. ഈ പോസ്റ്റർ വരുന്ന സമയം വരെ ഒരു പക്ഷേ അതിൽ ഉറച്ചു നിന്നവർ പോലുമുണ്ട്. അതിൽ ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. രണ്ടാമത് മതേതര സർക്കാരാണ്, ഇങ്ങനെ ഓരോ മതം വേർതിരിച്ച് ഒരു സംഗമം നടത്തുകയാണോ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം എല്ലാം ഉണ്ട്. അത് ഒരുപക്ഷെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടല്ലേ സംഗമം നടത്തുന്നത് എന്നതടക്കമുള്ള ഹർജികൾ പോലും കോടതിയുടെ മുൻപാകെ നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ കൂടിയാണ് രാഷ്ട്രീയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ 9.5 വർഷം നടത്താത്ത വികസനം ഇപ്പോൾ നടത്തണം, ഇപ്പോൾ നടത്തിയേ പറ്റൂ എന്നെങ്ങനെ ഇടത് സർക്കാരിന് തോന്നി എന്നുള്ളൊരു ചോദ്യം വരിക. അല്പം സമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ലാതെ മറ്റെന്തായിരിക്കും? ഇതിനകത്ത് പ്രധാന വിഷയം നമ്മൾ പല വേദികളിലായിട്ട് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, അതായത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരും ഞങ്ങൾ എതിർക്കുന്ന എന്താണ് സ്പിരിച്വലിസം എന്നാണ് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ. അപ്പൊ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ളതാണ് പലരും ചോദിക്കുന്ന വിഷയം. ഇന്നെന്തായാലും പ്രത്യേകിച്ച് BJPയുടെ പ്രതിനിധി നോക്കിയിട്ട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചില്ല. അപ്പോൾ ഇത് രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന രണ്ട് പ്രത്യയശാസ്ത്രം. പക്ഷെ അതിൽ തന്നെ പറയുന്നുണ്ട് കാലാനുഗതമായിട്ടുണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ദേശങ്ങൾക്കനുസരിച്ച് ഒക്കെ മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ഇവിടുത്തെ പ്രധാന വിഷയം വികസനം അല്പം വൈകി ചിന്തിച്ചത് കൊണ്ടൊരു തെറ്റായ ധാരണയായിട്ട് മാറും. വികസന പ്രവർത്തനങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നടപ്പിലാക്കാം. ഗവൺമെന്റിന്, ഇടതുപക്ഷ ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ളൊരു നയമുണ്ട്, അതിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്, ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടുണ്ട്. ആ മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇവിടെ ഈ ദൈവങ്ങളെ കുറിച്ച് പറയുന്നവരെ കുറിച്ചും ശബരിമല സ്ത്രീ പ്രവേശത്തെ കുറിച്ച് പറയുന്നത് എനിക്ക് പറയാനുള്ളത് 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കാനായിട്ട് 65 പെറ്റീഷൻസ് കേട്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു വിധി വന്നത്.
ആ വിധി ഇന്ന് വരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അതായത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്നുള്ള സുപ്രീം കോടതി 2018 വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുകയും ഈ നവപൂജയുമായിട്ട് വരികയും ആദ്യം തന്നെ സ്വാഗതം ചെയ്ത് എതിർക്കുകയും ഇങ്ങനെ പല കാര്യങ്ങളും സംഗമങ്ങളും വിളക്ക് കൊളുത്തും ഒക്കെ വന്ന് കേരളത്തിൽ മൊത്തം ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാലാകാലങ്ങളായിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റുണ്ട്, കേന്ദ്ര ഗവൺമെന്റുണ്ട്, പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് പരിപൂർണമായിട്ട് വികസനം എത്തിയെന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഇതിനൊരു മറുവശം മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഒരു പക്ഷേ അവരുടെയും വായിച്ചിട്ടുണ്ടാവും. ഈ പ്രാവശ്യത്തെ ശബരിമല സീസൺ കഴിഞ്ഞപ്പോൾ വളരെ പുകഴ്ത്തി ഇടതുപക്ഷ ഗവൺമെന്റിനെയും തിരുവിതാംകൂർ ദേവസ്വത്തിനെയും വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് മനോരമയുടെ എഡിറ്റോറിയൽ എഴുതി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു പത്രമാണ് മനോരമ. ഇപ്രാവശ്യം വളരെ നല്ല രീതിയിൽ ചെയ്തു, ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം വിളിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ട് ഇതിന്റെ പിന്നിലെ ഉദ്ദേശ ശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ? ശരിയാണ്, തൊട്ടടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് നിലനിൽക്കുമ്പോഴാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഒരു അയ്യപ്പ സേവാ സംഗമം നടത്തി അതിലൂടെ വരുന്ന കുറച്ച് വോട്ടുകൾ കൊണ്ടും ഒന്നും ജയിച്ചു കയറണമെന്ന് ഇടതുപക്ഷ മുന്നണിക്കുള്ള വിചാരമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ദൈവം ഇല്ല എന്ന് വാദിക്കുന്നവരും ദൈവം ഉണ്ട് എന്ന് വാദിക്കുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല, പക്ഷേ അതിന് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്ന് വിചാരിച്ച് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ദൈവവിശ്വാസികളല്ല എന്ന് ഞാൻ പറയുന്നില്ല. വളരെ കുറച്ച് പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അത് വിശ്വാസവും അവിശ്വാസവും ഒക്കെ വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിലൂടെ എന്തൊക്കെയായാലും ഈ പല ദേശങ്ങളിൽ നിന്ന് പല ഭാഷ സംസാരിക്കുന്നവര്, നമുക്കറിയാം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല ആചാരങ്ങളും പല ജീവിതക്രമങ്ങളൊക്കെയാണ്. അവരെല്ലാവരും കൂടെ സംഗമിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ആശയപരമായ ഒരു ആശയത്തിന് ഒരു ഉരുത്തിരിവുണ്ടാകും. അതിൽ നിന്ന് പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അയ്യപ്പർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പല ദേശങ്ങൾക്ക് വരുന്നവർക്ക് പല അഭിപ്രായമായിരിക്കും. കേരളത്തിലെ ജനങ്ങളുടെ അയ്യപ്പനെ കാണുന്നതിനുള്ള ദർശനവും അതിലുള്ള ഡിഫിക്കൽറ്റി ആയിരിക്കത്തില്ല തമിഴ്നാട്ടിൽ ഉള്ളവർക്ക്, അവരുടേതായിരിക്കത്തില്ല ആന്ധ്രാപ്രദേശുകാർക്ക്. അപ്പോൾ പല സ്റ്റേറ്റിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാഷ്ട്രങ്ങളിൽ വരെ പ്രതിനിധികൾ വരുന്നുണ്ട്. അപ്പോൾ അവർ പങ്കെടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ശബരിമല ദർശനത്തിന് വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. അപ്പോൾ വിഭിന്ന അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് അഭിപ്രായങ്ങളുടെ സമന്വയമാണ് എപ്പോഴും പുതിയ പുതിയ അഭിപ്രായങ്ങളിലേക്കും ആശയങ്ങളിലേക്കും നമ്മൾ നയിക്കുന്നത്. അല്ല, അപ്പോഴും ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം സർക്കാർ വിശ്വാസികൾക്കൊപ്പം ഉണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഇടത് വിശ്വാസമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് പോലും അത്തരം സംശയം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധങ്ങളൊക്കെ. സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ആ സത്യവാങ്മൂലത്തിന്റെ ബേസിലാണോ അല്ലാതെയാണോ വേർഡിക്റ്റ് ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യമാണ് താങ്കൾ ഈ 65 പെറ്റീഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു? ഈ സത്യവാങ്മൂലം തിരുത്തുമോ? തിരുത്തുകയില്ല? ഈ രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. അത് ഇടതുപക്ഷത്തിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് പോലും ഒരൊറ്റ അഭിപ്രായമായിട്ട് പറയാൻ കഴിയുന്നില്ല. അത് സത്യവാങ്മൂലം എന്താണ്, സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ യുവതീ പ്രവേശനം ഉണ്ടായത് തെറ്റായിപ്പോയി എന്ന് മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുമോ എന്ന് കോൺഗ്രസ് അടക്കമുള്ളവർ ചോദിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉത്തരമുണ്ടാവണ്ടേ? അത് ഞാൻ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കൊണ്ടുവന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വരിയുണ്ട്. വർഷിപ്പ് ഇൻ ദിസ് ലോൺലി ഡാർക്ക് കോർണർ ഓഫ് എ ടെമ്പിൾ, ഓപ്പൺ ദ ഐ, സീ ഗോഡ് ഈസ് നോട്ട് ബിഫോർ thee. He is in the tiller tilling the hard ground and pathmaker breaking the stone. ഈ ഇരുളടഞ്ഞ നാലുകെട്ടുകൾക്കകത്തല്ല ദൈവം, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ശരീരത്തിലും സൂര്യപ്രകാശത്തിലും മഴയിലുമൊക്കെയാണെന്ന് ഗീതാഞ്ജലി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ആ ദൈവത്തെ ഞങ്ങൾ കാണുന്നത്. അധ്വാനിക്കുന്നവന്റെ ശരീരത്തിൽ കാണുന്ന, അവന്റെ വിയർപ്പുള്ളിൽ കാണുന്ന ദൈവം. ഇത് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോറാണ്, എന്റെ അഭിപ്രായമല്ല. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇവിടെ പിണറായി വിജയൻ നാളെ ഇവിടെ പ്രഖ്യാപിക്കുകയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അയ്യപ്പ സംഗമം നടത്തുന്നു. ആ അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ പിന്നിലെ ഉദ്ദേശത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. രാഷ്ട്രീയപരമായ ഒരു കാര്യം ഞാൻ തുറന്ന് സമ്മതിക്കാം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും നടത്തുമ്പോൾ അവർക്ക് രാഷ്ട്രീയപരമായ ഉദ്ദേശം ഉണ്ടായില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടി, ചെറിയ പ്രസ്ഥാനമായാലും വലിയ പ്രസ്ഥാനമായാലും ആഗോള പ്രസ്ഥാനമായിരുന്നാൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചാലും രാഷ്ട്രീയപരമായ ഉദ്ദേശം അതിനകത്തുണ്ടാകും, മതപരമായ ഉദ്ദേശം ഉണ്ടാകും. അല്ല, എനിക്ക് താങ്കൾ പറയുന്നത് എനിക്ക് ഒരു ഇടത് ചിന്തകൻ എന്ന രീതിയിൽ കൂടി ഒരു ചെറിയൊരു ചോദ്യമാണ്.
അയ്യപ്പ സംഗമം എന്നൊരു വാക്ക് പറയാതെ ശബരിമല വികസന സംഗമം എന്നുള്ളൊരു വാക്ക് ഇത് കോയിൻ ചെയ്താൽ പോലും മതിയായിരുന്നു. അതിന് സർക്കാർ നിന്നില്ല, ദേവസ്വം ബോർഡ് നിന്നില്ല. വിശ്വാസികളെ കയ്യിലെടുക്കാൻ അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ, അയ്യപ്പ സംഗമം എന്ന് പറയുന്നിടത്ത് അയ്യപ്പൻ അത് ഭക്തനാണ്, അത് സ്വാഭാവികമായും ഡേറ്റയും അയ്യപ്പനും ഭക്തനാണ്, ഒരു വാക്കാണ്. ആ വാക്ക് ഉപയോഗിക്കുന്ന ഇടത്ത് പോലുമുണ്ട് ഈ ചോദ്യം. വികസന സംഗമം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതാണ്, ആ വാക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അയ്യപ്പ സംഘം. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടാ പറഞ്ഞത്, അതായത് ദൈവത്തെ ചില വ്യക്തികളിലേക്കോ അല്ലെങ്കിൽ ചില സമുദായങ്ങളിലേക്കോ ചില മതങ്ങളിലേക്കോ കേന്ദ്രീകരിക്കും. ദൈവത്തെ വിമോചിപ്പിക്കുക. യേശുക്രിസ്തു പണ്ട് അദ്ദേഹം ദൈവമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കർത്താവാണ് ദൈവം എന്നാ. പിന്നീട് വന്നവരാ ക്രിസ്തുവിനെ ദൈവമാക്കിയത്, നബിയെ ദൈവമാക്കിയത് പിന്നീട് വന്നവരാ. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ ദൈവമാക്കിയത് നമ്മളൊക്കെയാ. കേരളത്തിൽ ചങ്കൂറ്റമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും തിരുവിതാംകൂർ, ശബരിമല കത്തിയപ്പോൾ അത്രയും ദുരാചാരങ്ങൾ നശിച്ചു പോകുന്നതിൽ പോകട്ടെ എന്ന് പറഞ്ഞത്. അതൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. അപ്പോൾ ഈ വാക്കാണ് ഇവിടുത്തെ പ്രശ്നം. അയ്യപ്പ സേവാ സംഗമം, അയ്യപ്പ സംഗമം, അത് നിങ്ങൾ ഇവിടെ പലരും പറഞ്ഞല്ലോ ഞങ്ങൾ ബഹിഷ്കരിക്കും, ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. നാളെ ഇവിടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. അവിടെ പങ്കെടുക്കുന്നതിന്റെ 3000 ചില ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. 1% പോലും വരുന്നില്ല, 0.1% പോലും വരുന്നില്ല അവിടെ. അപ്പോൾ വളരെ ഒരു ന്യൂനപക്ഷമാണ് അവിടെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അവർ ഈ പങ്കെടുക്കുന്ന ഒരു ദൈവവിശ്വാസികളാണെന്നുണ്ട്. തീർച്ചയായിട്ടും ആകണമെന്നില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രി വരുന്നു എന്ന് പറഞ്ഞു, അദ്ദേഹം ഒരുപക്ഷെ അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളാകണമെന്നില്ല. പിണറായി വിജയൻ പങ്കെടുക്കുന്നു, മറ്റൊരാൾ പങ്കെടുക്കുന്നു, അവർ അയ്യപ്പ വിശ്വാസി ആകണമെന്നില്ല. പക്ഷെ സേവന പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് നമ്മൾ ദൈവത്തെ വിശ്വസിക്കണമെന്നില്ല. അവിടെ വരുന്ന ഭക്തർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ചോദ്യം ചെയ്യപ്പെടാം, ശരിയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അയ്യപ്പ സംഘം എന്നൊരു പേരിട്ടു? കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്നാണ് അയ്യപ്പ സംഘം എന്നൊരു പേരിടുന്നത്. നിങ്ങൾ ഈശ്വരൻ നിഷേധിക്കുന്നവർ. ശരിയാണ്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഞങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ നിൽക്കുന്നു. അത് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ, അതായത് ലാസ് ഓഫ് യൂണിവേഴ്സ്, അതിനധിഷ്ഠിതമായ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും അങ്ങേയറ്റം ഭൗതികവാദികളായ ഞങ്ങൾ സ്പിരിച്വലിസത്തിലേക്ക് പോകാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാട് തെറ്റ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മീയവാദം ഇതിന്റെ പിന്നിൽ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ചിന്തിക്കുന്നവര്, കമ്മ്യൂണിസ്റ്റുകാര് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നു. അത് പക്ഷേ ആത്മീയവാദികളെ മുതലെടുക്കാൻ എന്നുള്ളൊരു ചോദ്യം, അവരുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അതാണ് ഇവിടെ കൂടുതലായിട്ട് കോൺഗ്രസ്സുകാരും BJP-ക്കാരും ചർച്ച ചെയ്യപ്പെടുന്നത്. അത് അവരാരെയും തന്നെ കണ്ടോട്ടെ, ഞങ്ങൾക്ക് അതിന് വിരോധമൊന്നുമില്ല. കാര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ട് ഒരു ദൈവ സംഘവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു? അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അത് ഒരു പക്ഷേ ഒരു പരിധി വരെ അത് ശരിയായിരുന്നു എന്ന് എനിക്കും അതിനകത്തൊരു സംശയമുണ്ട്. തെറ്റാണ് എന്നൊരു പരിധി വരെ ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ശരിയാണ്, ശബരിമല വികസനം എന്നുള്ള പേരായിരുന്നുവെങ്കിൽ അതിന് കുറെ കൂടെ കറക്റ്റ് ആയിരിക്കും, കുറെ കൂടെ ആപ്തവാക്യം അതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ വാക്ക് മാറ്റാമായിരുന്നു, അതായിരുന്നു. പക്ഷെ അതാണ്, ഈ വാക്ക് മാറ്റിയാൽ പിന്നെ ഈ നേരത്തെ ഈ കോൺഗ്രസും BJP-യും പറയുന്ന പോലെ വാക്ക് മാറ്റിയാൽ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകുമെന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ തിരികെ ഡോക്ടർ PK ഗോപൻ, സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് തല്ലുകൊള്ളും, അല്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും. ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം KPMS അടക്കമുള്ള ആൾക്കാരെ പിണക്കാൻ വയ്യ, നവോത്ഥാനത്തിൽ നിന്ന് മാറി എന്നുള്ള വിമർശനം കേൾക്കാൻ വയ്യ, വിശ്വാസികൾക്ക് എതിരെ നിന്നു എന്ന് പറഞ്ഞ് വീണ്ടും കൈ പൊള്ളിക്കാൻ വയ്യ. അതുകൊണ്ട് ഈ ചോദ്യമെല്ലാം ചോദിക്കുന്ന സമയത്ത് BJP-യും കോൺഗ്രസും ഒക്കെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയണ്ട, ഇപ്പോൾ ഞങ്ങൾക്കത് കേൾക്കണ്ട, പോളണ്ടിനെ കുറിച്ച് ആരും മിണ്ടണ്ട എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് ഞങ്ങൾ വികസനമാണ്, നിങ്ങൾ വികസനത്തെക്കുറിച്ച് സംസാരിച്ചു, റോഡും റെയിലും വഴികളും എല്ലാം സംസാരിക്കൂ, ഇതിപ്പോൾ ഒരു വിഷയമില്ലല്ലോ എന്ന് പറയുന്നിടത്ത് ഒരു എസ്കേപ്പിസം ഉണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ ബേസിക് തത്വങ്ങളെ അടക്കം ചോദ്യം ചെയ്യുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്നു. ഇല്ലാത്ത പൂച്ച ഇരുട്ടത്ത് തപ്പുന്ന നരേഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആമുഖമായിട്ട് പറയട്ടെ, ബൽദേവ് ഇവിടെ പറഞ്ഞ പല നിലപാടും CPM-ന് യാതൊരു യോജിപ്പുള്ള നിലപാടുമല്ല. വിശ്വാസത്തെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനല്ല അതിനെ കാണുന്നത്. അതുകൊണ്ട് അത് വേറൊരു പ്രശ്നമാണ്. അതിനെ ഇടതുപക്ഷ നിലപാട് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. CPM-ന്റെ നിലപാടല്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അതിനിവിടെ ഉയർന്നു വന്നൊരു പ്രശ്നം, അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ പ്രശ്നങ്ങളാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ച് എന്തുകൊണ്ട് നടത്തുന്നില്ല? ഇത് ശബരിമലയിൽ കൊണ്ടുപോയത് എന്തിനാണ്? ഇത്രയും ബാലിശമായ ചോദ്യം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ആരും ചോദിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പമ്പയിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ശബരിമലയുടെ മെയിൻ എൻട്രൻസ് ആണ് അവിടെ. അത്തരം ഒരു സ്ഥലത്താണ് ഇത് കാര്യങ്ങൾ നടക്കേണ്ടത്. പിന്നെ ആളെ വിളിച്ചു കൂട്ടിയാണോ വികസനം? അത് BJP ഉൾപ്പെടെ ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഗ്രാമസഭയോട് ഇത്രയും വലിയ പുച്ഛം. നാട്ടിൻപുറത്തെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് സാധാരണ മനുഷ്യർ വന്നിരിക്കുന്ന ഗ്രാമസഭകൾ. ആ ഗ്രാമസഭയിൽ എന്തിനാ നാളെ അവർ തന്നെ ചോദിക്കും, ഗ്രാമസഭ കൂടണോ, പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്ന് വികസനം നടത്തിയാൽ പോരായോ എന്ന് ചോദിക്കും. അപ്പൊ അത്തരം ബാലിശമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വിഷയത്തിൽ വരേണ്ട കാര്യമല്ല.
ബാലിശമല്ലാത്ത വിഷയങ്ങളിൽ സത്യവാങ്മൂലം അടക്കമുള്ള കാര്യങ്ങൾ, നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പറയില്ലേ, ഞാൻ ഓരോന്ന് പറയില്ലേ, സത്യവാങ്മൂലം തന്നെ ആദ്യം പറയണമെങ്കിൽ അത് പറയാം. ഓരോന്ന് ഞാൻ പറയില്ലേ, എനിക്ക് അതിന് മറുപടി ഉണ്ട്. സത്യവാങ്മൂലം തന്നെ പറയാം. സത്യവാങ്മൂലം എന്നുള്ളത് ഇപ്പോ നിലവിൽ റിവ്യൂ പെറ്റീഷൻ കിടക്കുകയാണ് കോടതിയിൽ. അത് സ്റ്റേ ചെയ്തിട്ടില്ല, വസ്തുതയാണ്. റിവ്യൂ പെറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം ഇപ്പൊ നിലനിൽക്കുന്നില്ല. കോടതി ചോദിക്കുകയാണ്, റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ചുകൊണ്ട് കോടതി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട് അല്ലെ കേരളത്തിലെ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ മാത്രമേ ആ ഇഷ്യൂ ഉയർന്നു വരുന്നുള്ളൂ. ഇപ്പൊ അതല്ല ഇഷ്യൂ. ആ ഇഷ്യൂവിനെ ഇവിടെ കൊണ്ട് സ്ഥാപിക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയോ ഇതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിനകത്തൊരു വിഷയമുള്ളത്, ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിക്കൊണ്ട് 2007 സത്യവാങ്മൂലമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ പിണറായി സർക്കാരിന്റെ ഒരു നിലപാടുണ്ട്. അതിൽ തിരുത്തലുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നതിനൊപ്പം തന്നെയാണോ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, പ്രേരണാകുമാരിയും RSSന്റെ നേതാക്കന്മാരും സുപ്രീം കോടതിയിൽ പോയി ഇത് കയറണമെന്ന് വാദിച്ച വാദത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. അവർ പിൻവലിച്ചിട്ടില്ല പെറ്റീഷൻ. ആ പെറ്റീഷൻ അല്ല പിൻവലിച്ചത്, റിവ്യൂ പെറ്റീഷനാണ് കിടക്കുന്നത്. അല്ല, RSS നേതാക്കൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണോ ഇവിടെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ? അല്ല, ആ ചോദ്യം നിങ്ങൾ ഇതുവരെ ചോദിച്ചില്ലല്ലോ. അവർണ ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഈ ചർച്ചയിൽ എന്താ അവർണ അത് ചോദിക്കാഞ്ഞ്? അപ്പൊ അതല്ല പ്രശ്നം. ഇവിടെ ഇനി ഉയർന്നു വരുന്ന റിവ്യൂ പെറ്റീഷന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഗവൺമെന്റിനോട് ചോദിക്കുമ്പോഴാണ് അതിനകത്തു അത്തരം ഒരു പ്രശ്നം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഇപ്പൊ എടുക്കേണ്ട വിഷയമല്ല. അല്ല, സത്യവാങ്മൂലത്തെ കുറിച്ച് ആർക്കും മറുപടി ഇല്ല എന്നൊന്നും കയറി പറഞ്ഞുകളെ. വളരെ കൃത്യമായി ഗവൺമെന്റ് അക്കാര്യത്തിൽ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ പോന്നേ. പിന്നെ അടുത്ത പ്രശ്നം എന്താ? ഇത് 10 പ്രാവശ്യം ചോദിക്കുക, ഇത് നേരത്തെ നടത്താൻ എന്താന്ന്. അയ്യപ്പ സംഗമം എന്നുള്ള പ്രശ്നം നടക്കുന്നത് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമാണ്. പ്ലാറ്റിനം ജൂബിലി നേരത്തെ നടത്താൻ പറ്റുമോ? പ്ലാറ്റിനം ജൂബിലിക്ക് നടത്താൻ പറ്റൂ. അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ അത് നേരത്തെ നടത്തുന്ന പ്രസക്തി. പിന്നെ അവിടെ ഡെവലപ്മെന്റ്സ് 10 വർഷം മുമ്പുള്ള ഇതിനകത്തൊരു വിഷയം. ഇതിപ്പോ ദേവസ്വം മന്ത്രി സഭയിൽ പറയുന്നു, ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല എന്ന്. പക്ഷേ ദീപക് മിശ്രയുടെ വിധിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നു, പിണറായി സർക്കാർ പറഞ്ഞത് 2007 സ്റ്റാറ്റസ് കോ VS അച്യുതാനന്ദൻ സർക്കാർ എന്ത് കൊടുത്തോ അതാണ് നിൽക്കുന്നതെന്ന് ആ വെഡിക്റ്റിനകത്ത് പറയുന്നു. സർക്കാർ എന്താണ് കൊടുത്തതെന്ന് സർക്കാരിനും ദൈവത്തിനും അറിയാമെന്ന് പറയുന്ന ഒരു സ്ഥിതിഗതികളാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ടാൽ ഇത് പൊള്ളുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതുകൊണ്ടാണ് ഈ വിഷയത്തിനകത്ത് സംസാരിക്കേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത്. സർക്കാർ കൊടുത്തത് എന്താണെന്ന് സംശയമുണ്ടെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ബാധകം. അത് ചോദിക്കാം നമുക്ക്. അതല്ലെന്നാ പറഞ്ഞ ഇവിടുത്തെ വിഷയം എന്താണ്? ശരി, സേനാപതി വേണു, ഇത് കോൺഗ്രസ് ആണ് ഇത് ചോദിച്ചത്. താങ്കളെ പറയുന്ന വാദം കോൺഗ്രസിന് ചോദിക്കണ്ടേ? ഞാനിരിക്കത്തില്ല ചർച്ചയിൽ. എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരാതെ എനിക്ക് ഓരോ വാദവും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെട്ടോണ്ടിരിക്കുക. നിങ്ങൾ അവർ രണ്ടുപേരും പറഞ്ഞ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഞാൻ ഒരാളോട് ഞാൻ ചോദിക്കാതിരുന്നില്ല. നടക്കത്തില്ല പറഞ്ഞ അവർ രണ്ടുപേരും ഉന്നയിച്ചതിന് മറുപടി പറയാൻ എനിക്ക് സമയം തന്നില്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചയിൽ ഞാനില്ല. ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം കേട്ടിട്ട് താങ്കൾക്ക് മറുപടി പറഞ്ഞൂടെ? ഞാൻ കേട്ടു, ഞാൻ വഴങ്ങുന്നില്ല. കോൺഗ്രസ് ഉന്നയിച്ച ചോദ്യം ഞാൻ കേട്ടു. ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് സേനാപതിയെ പിടിച്ചിടണ്ട. നിങ്ങൾ ഇപ്പൊ ഇടയ്ക്ക് പിടിക്കിടണ്ട. ഞാൻ ആ ചോദ്യം കേട്ടു, അതിന് മറുപടി പറഞ്ഞിട്ട് അവരുടെ അതിലേക്ക് കടന്നാൽ താങ്കളുടെ മറുപടി അതിന് ഉണ്ടാകുന്നില്ല. എന്നാൽ താങ്കളെ മറുപടി സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഏതിനുണ്ടാവുന്നില്ലെന്ന മറുപടി സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലത്തെ കുറിച്ച് PK ഗോവൻ പുതിയൊരു മറുപടി ഉണ്ടാക്കണ്ട. സർക്കാർ കൃത്യമായിട്ട് അതിന് നിലപാടെടുത്തു. സർക്കാരിന്റെ നിലപാടാണ് ചോദ്യം ചെയ്യുന്നത്. സർക്കാരിന്റെ നിലപാട് എന്താണ്? സത്യവാങ്മൂലത്തിന്റെ പ്രശ്നമുണ്ടോ? സുപ്രീം കോടതി സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നുണ്ടോ? ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം എന്താണ് താങ്കൾക്കറിയാമോ? സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം എന്താണ്? ഇനി റിവ്യൂ പെറ്റീഷന്റെ റിവ്യൂ പെറ്റീഷൻ വരട്ടെ. അല്ല, ഇത് റിവ്യൂ പെറ്റീഷൻ വരട്ടെ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് സത്യവാങ്മൂലം കൊടുത്തു? അത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയതാണോ തിരുത്താത്തതാണോ? VS അച്യുതാനന്ദന്റെ കാലത്തെ സത്യവാങ്മൂലം ഉറച്ചു എത്രയോ ദിവസമായിട്ട് ഈ ചർച്ച ചെയ്യുമ്പോഴും പല CPM നേതാക്കളോട് ചോദിക്കുമ്പോഴും എനിക്കിത് ക്ലിയർ ആയിട്ടില്ല. താങ്കൾക്കറിയാമെങ്കിൽ പറയൂ, എന്താണ് സത്യവാങ്മൂലം? എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്?
സത്യവാങ്മൂലം ഇനി റിവ്യൂ പെറ്റീഷന്റെ പ്രശ്നത്തിൽ മാത്രമേ ഉയർന്നു വരുന്നുള്ളൂ. ഇപ്പൊ സത്യവാങ്മൂലത്തിന്റെ പ്രശ്നമില്ല, ഇപ്പൊ ഇപ്പൊ സർക്കാർ അയ്യപ്പ കൊടുത്ത സംഘത്തിന്റെ സത്യവാങ്മൂലം പ്രശ്നമാണ്. സർക്കാർ കൊടുത്തത് എന്താണെന്നെങ്കിലും പറയൂ. ഇതിന് സർക്കാർ ഇല്ല എന്താണ് ഇതിനും കൊടുത്തതെന്നെങ്കിലും പറയൂ. അല്ല, സർക്കാർ കൊടുത്തത് എന്താണെന്ന് രേഖകൾ പബ്ലിക് ഡൊമൈൻ ആയിട്ടുണ്ടല്ലോ. സർക്കാർ കൊടുത്ത പബ്ലിക് അതെ, ഡൊമൈൻ അത് സർക്കാരിന്റെ ആ പ്രതിനിധി പബ്ലിക് വിശദീകരിച്ചല്ലോ. ഡൊമൈനിൽ ആ പബ്ലിക് ഡൊമൈനിലുള്ള വളരെ പ്രധാനപ്പെട്ട രേഖ ദീപക് മിശ്ര അടക്കമുള്ള ജസ്റ്റിസുമാരുടെ സുപ്രീം കോടതി വേർഡിക്റ്റ് ആണ്. ആ വേർഡിക്റ്റിനകത്ത് പറയുന്നതല്ല ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇതേ ഉള്ളൂ ആശയക്കുഴപ്പം. ഏതിലാണ്? ഈ സുപ്രീം കോടതി വിധിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നു, 28ാമത്തെ പേജിൽ ദീപക് മിശ്രയുടെ വിധിയിൽ 28ാമത്തെ പേജിൽ പറയുന്നു, സംസ്ഥാന സർക്കാർ പറയുന്നു 2007 എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, എവിടെ പുരുഷന് സാമീപ്യമുണ്ടോ അവിടെ സ്ത്രീകൾക്കും സാന്നിധ്യം ഉണ്ടാകണം. ഒന്ന്. രണ്ടാമത്, ശബരിമല പ്രശ്നത്തിൽ ഇക്കാര്യത്തിൽ വിശ്വാസത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തി സുപ്രീം കോടതി നിലപാടെടുക്കണം. അതിന് ആരുടെയൊക്കെ ചർച്ചകളും അഭിപ്രായങ്ങളും സ്വീകരിക്കാവോ അത് സ്വീകരിച്ചുകൊണ്ട്, സ്വാമിമാരെങ്കിൽ സ്വാമി, ഭക്തരെങ്കിൽ ഭക്തർ, മറ്റു രീതിയിലെങ്കിൽ അങ്ങനെ അവരുടെ എല്ലാം അഭിപ്രായം കേട്ടുകൊണ്ട് നിലപാടെടുക്കണം. പക്ഷേ ക്ലിയർ ചെയ്യട്ടെ, ചുമ്മാ ബഹളം ഉണ്ടാക്കാതെ ക്ലിയർ ചെയ്യട്ടെ. അല്ലെങ്കിൽ നിർത്തും. അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലെന്ന് പറഞ്ഞാൽ മതിയോ? കോൺഗ്രസിന് പറയാനുള്ളൂ. എത്ര സമയമായി പറഞ്ഞു കോൺഗ്രസിന് അല്ല, കോൺഗ്രസ് സംസാരിക്കട്ടെ. അല്ല, കോൺഗ്രസ് സംസാരിക്കട്ടെ, സമയമില്ലേ? കോൺഗ്രസ് സംസാരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്കില്ല, എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ സമയം തന്നില്ലെങ്കിൽ ഞാൻ അല്ല, ഇനി ഈ സമയം എനിക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസിന് ഈ ചർച്ചയിൽ പങ്കെടുത്തേ പറ്റുള്ളൂ. കാരണം താങ്കൾക്ക് മാത്രം സംസാരിക്കാൻ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ല. സേനാപതി മാഡം അപർണ കൊടുത്തോളൂ. അല്ല, ഗോപ പ്രകോപിതനാകല്ലേ. ഞാൻ വിനയപുരസരം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഇപ്പോഴും ശബരിമലയിലെ യുവതി പ്രവേശനത്തെ അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഇവിടെ ഈ സത്യം. ഇത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം എന്തല്ലേ കോടതി. നിങ്ങൾ സ്വാഗതം ചെയ്തില്ലേ, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതൊക്കെ വിടന്നേ. രാഹുൽ ഗാന്ധി സ്വാഗതം ചെയ്ത് രാഹുൽ അല്ലെന്നേ, ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് എന്താണ്? 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യുവതികൾ ശബരിമലയിൽ. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഭാഗമല്ലേ? ഏതാ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഭാഗമല്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനം. എന്റെ ചോദ്യം അങ്ങയോടാണ്. അങ്ങയോടുള്ള ചോദ്യം ഇതാണ്, CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾ ശബരിമലയിലെ യുവതി പ്രവേശനത്തെ അംഗീകരിക്കുന്നവർ. അങ്ങ് ആദ്യം ഒരു പറഞ്ഞല്ലോ, പുരുഷന്മാർ പ്രവേശിക്കുന്ന എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പ്രവേശന സ്വാതന്ത്ര്യമുണ്ട്. എങ്കിൽ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും രഹന ആളുകളല്ലേ, തൃപ്തി ദേശായിയെയും അവരെല്ലാം വിളിക്കണം. അവരെ അയ്യപ്പ സംഗമത്തിൽ അല്ല ഗോപ, നിങ്ങൾ കനകദുർഗയെ വിളിക്കണം, ബിന്ദു അമ്മിണിയെ വിളിക്കണം, രഹന ഫാത്തിമയെ വിളിക്കണം, തൃപ്തി ദേശായിയെ വിളിക്കണം. അവരെ വിളിച്ചതിന് ശേഷം നാളെ അയ്യപ്പ സംഗമത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമെന്നുള്ള നിലപാടല്ല. ഞങ്ങളുടെ നിലപാടല്ല. ഞങ്ങളുടെ നിലപാടിന് ഒരു മിനിറ്റ് കേൾക്ക്. ഇപ്പൊ നമ്മൾ തമ്മിലായല്ലോ ചർച്ച. അതായത് ഞങ്ങളുടെ നിലപാടിന്റെ ഫസ്റ്റ് പാർട്ടാണ് അങ്ങിപ്പോ ആവർത്തിച്ചത്. അതായത് ലോകത്ത് എവിടെയൊക്കെ പുരുഷന് സാമീപ്യമുണ്ടോ അവിടെ സ്ത്രീകൾക്ക് സാമീപ്യമാണോ, അതാണ് പൊതു നിലപാട്. 2, അല്ല, ഒരു വാചകം പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. അല്ല, ആ നിലപാട് ശബരിമലയിൽ വഴങ്ങി തന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഒരു വാചകോടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൂർത്തിയാവൂ. ഞാൻ ഒരു വാചകോടെ പറഞ്ഞാൽ അത് പൂർത്തിയാവൂ. അപ്പൊ അല്ല, ഞാൻ വഴങ്ങുന്നതേ. ഞാൻ എന്റെ ചോദ്യം ഇതാണ്, പുരുഷന്റെ സാമീപ്യം ഉള്ളിടത്തെല്ലാം സ്ത്രീകൾക്ക് പ്രവേശനം പാടുകൊണ്ടെന്നുള്ള ലോകനീതിയാണ് എങ്കിൽ നിങ്ങൾ ശബരിമലയിൽ അതാണോ നിങ്ങളുടെ രാഷ്ട്രീയ നയം? ആ കാര്യം പറഞ്ഞാൽ മതി. അതല്ലോ ഞാൻ പറയാൻ വരുന്നേ. എന്നാൽ അതുകൂടെ കേട്ടിട്ട് പറ. എന്നാൽ ശബരിമലയെ സംബന്ധിച്ച് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് കയറണമെങ്കിൽ അങ്ങനെ കയറേണ്ടുന്ന മഹാഭൂരിപക്ഷം സ്ത്രീകൾ ആവശ്യപ്പെടണം.
ഓക്കെ റൈറ്റ് അതെ അതെ ആ പോയിന്റ് ക്ലിയർ ആണ് ഞാൻ ആ സമയപരിമിതി കൊണ്ട് ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. ആ പോയിന്റ് ക്ലിയർ ആണ്. അത് യുവതീ പ്രവേശനം ബഹുഭൂരിപക്ഷം അംഗീകരിക്കുന്ന ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിനൊപ്പം നിൽക്കാൻ കഴിയുകയില്ല എന്ന് പോലും വ്യാഖ്യാനിക്കുന്ന ഒന്നാണ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. മറുപടി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യം. അമ്പലത്തിൽ പ്രവേശിക്കണോ വേണ്ട തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ നിർബന്ധിച്ചാരെ അമ്പലത്തിൽ കയറ്റുകയല്ലല്ലോ വേണ്ടത്. സ്ത്രീകൾ തീരുമാനിക്കട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്പലത്തിൽ കയറണം. ഇപ്പോൾ NSS എന്ന് പറയുന്ന ഭൂരിപക്ഷം വരുന്ന വിഭാഗം ആ സ്ത്രീകളെ കയറ്റുന്നതിനെതിരാണ്, SNDP അതിനെതിരാണ്, KPMS അതിനെതിരാണ് എന്ന് പറയുമ്പോൾ അവർ കോടിക്കണക്കിന് ജനങ്ങളെ ബന്ധപ്പെടുന്നവരാണ്. അവർ തീരുമാനിക്കട്ടെ. എത്ര ശതമാനം ഭൂരിപക്ഷം അല്ല, 1% ആയിക്കോട്ടെ, വേണ്ട 51 ആയിക്കോട്ടെ, 100 പേരിൽ 51 പേരെ ആയിക്കോട്ടെ, അവർ തീരുമാനിക്കാണ്. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. അവർ തീരുമാനിക്കത്തോളം കാലം സമയപരിമിതി കൊണ്ട് ഇടപെടേണ്ടതായിട്ട് വരുന്നു. ഏതായാലും ഇതിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ അയ്യപ്പ സംഗമം അടുക്കുമ്പോഴും സർക്കാർ ഉരുണ്ട് കളിക്കുന്നു എന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ 89% പ്രേക്ഷകരും അതെ എന്നാണ് പറയുന്നത്. ഇതിൽ സർക്കാരിന് ആശയക്കുഴപ്പമില്ല, നിലപാട് വ്യക്തമാണ്. അത് വിശ്വാസികളെ തള്ളിക്കൊണ്ടല്ല എന്ന് ഡോക്ടർ PK ഗോപൻ അടക്കമുള്ള CPM നേതാക്കൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ആയിരിക്കും BJPയും കോൺഗ്രസും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയെങ്കിൽ ആ മറുപടിയും സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നന്ദി. സമയപരിമിതി കൊണ്ട് വീണ്ടും വരാൻ കഴിയാത്തിൽ ഖേദിക്കുന്നു ഡോക്ടർ PK ഗോപൻ, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, സേനാപതി വേണു, ഉല്ലാസ് ബോബോധം ഇടയ്ക്ക് കട്ടായിപ്പോയി. 4 പേർക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും.